അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ് വൽ ഖാതിമി ലിമാ സബഖ് നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അദീം. എന്തെല്ലാവരും വർത്താനം? റാഹത്ത് തന്നെയല്ലേ? സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാ. ഇന്ന് മഗ്രിബി നിസ്കാരാനന്തരം അല്ലെങ്കിൽ ഇന്ന് മഗ്രിബി ബാങ്കോടുകൂടെ നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത് ഈദുൽ അദ്ഹയുടെ വലിയ പെരുന്നാളിൻ്റെ ഇൻഷാ അല്ലാഹ് പുണ്യ രാവിലേക്കാണ്. വളരെയധികം പ്രാധാന്യമുള്ള, നമ്മുടെ ദുആകൾക്കൊക്കെ പടച്ച റബ്ബ് പ്രത്യേകം ഉത്തരം നൽകുന്ന, പടച്ച റബ്ബ് പ്രത്യേകം പരിഗണിക്കുന്ന, നമ്മുടെ ആഗ്രഹങ്ങൾക്കൊക്കെ പടച്ച റബ്ബ് പ്രത്യേകമായിട്ടുള്ള ഇജാബത്തൊക്കെ നൽകുന്ന വളരെയേറെ സ്പെഷ്യാലിറ്റീസ്, ഒരുപാട് ബെനിഫിറ്റ്സ്, ഒരുപാട് ഗുണങ്ങൾ ഉൾക്കൊള്ളുന്ന രാവാണ്. വെള്ളിയാഴ്ച രാവ് പോലെ തന്നെ നമ്മുടെ രണ്ട് പെരുന്നാൾ, ചെറിയ പെരുന്നാൾ, വലിയ പെരുന്നാൾ രാവുകൾ എന്നുള്ളത് ഇൻഷാ അല്ലാഹ് എന്താണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ ഇന്നത്തെ രാവും നാളത്തെ പകലും വളരെയധികം ശ്രദ്ധിക്കേണ്ട, വളരെയധികം നന്മകളെ കൊണ്ട് നമ്മൾ നിറയ്ക്കേണ്ട രാവും പകലുമാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങളെ പ്രത്യേക ദുആകളിൽ ഈ പാപിയെയും മറ്റു എല്ലാ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളെയും, നമ്മുടെ വേണ്ടപ്പെട്ടവരെയും, നമ്മുടെ കൂട്ടുകുടുംബങ്ങളെയും, നമ്മുടെ കൂട്ടുകാരെയും, നമ്മുടെ ഉസ്താദുമാരെയും, നമ്മുടെ ഭാര്യ, മക്കൾ, സന്താനങ്ങൾ എല്ലാവരെയും ഉൾപ്പെടുത്തി പടച്ച റബ്ബിൻ്റെ മുമ്പിൽ പ്രത്യേകം ദുആ ചെയ്യുക. നമ്മുടെ നീറുന്ന നൂറ് പ്രശ്നങ്ങൾ പടച്ച റബ്ബിൻ്റെ മുമ്പിൽ പറയുക. ഇൻഷാ അല്ലാഹ് പടച്ച റബ്ബ് ഒരിക്കലും തട്ടൂല. നമുക്കറിയുന്ന സ്വലാത്തുകൾ നമുക്കറിയുന്ന അത്ര ചൊല്ലിയിട്ട് പടച്ചോനോട് നല്ലോണം അങ്ങോട്ട് ദുആ ചെയ്താൽ ഒരിക്കലും പടച്ചോൻ തട്ടൂല. അത്രത്തോളം ഇഷ്ടമാണ് പടച്ച റബ്ബിന് സ്വലാത്ത് എന്നുള്ളത്. പിന്നെ നമുക്ക് ഉത്തരം തരാത്തത് അതിൻ്റെ ബാക്കിൽ ഓരോ ഹൈറുള്ളതുകൊണ്ടാണ്. ഹൈറായ സമയത്ത് പടച്ച റബ്ബ് തരും. ആ ഹൈറായ സമയത്തേക്കുള്ള ക്ഷമയും ആ ഹൈറായ സമയത്തേക്കുള്ള നമ്മളെ എത്തിക്കാനും പടച്ച റബ്ബിനോട് നമ്മൾ മനസ്സറിഞ്ഞ് പറയാം. എന്തായാലും കൂടുതൽ നീട്ടി വലിച്ച് പറയുന്നൊന്നുമില്ല. നമുക്കറിയാം, എപ്പോഴും പറയുന്നത് പോലെ ഷോർട്ട് ടൈം കൊണ്ട് മോർ ബെനിഫിറ്റ്സ് ലഭിക്കുന്ന കാര്യങ്ങളാണ് നമ്മളെപ്പോഴും ട്രൈ ചെയ്യാല്ലേ. ഇൻഷാ അല്ലാഹ് ഈ ഒരു വീഡിയോയിലൂടെ, ഈ ഒരു പുണ്യരാവിലെ നിങ്ങൾക്ക് ഞാൻ അങ്ങനെയുള്ളൊരു സ്വലാത്താണ് പരിചയപ്പെടുത്തി തരുന്നത്. വളരെ ചെറിയൊരു സ്വലാത്താണ്. ഒറ്റ വട്ടം ചെല്ലാനും 15 സെക്കൻഡ് പോലും തികച്ചു വേണ്ട. പക്ഷേ ഈ സ്വലാത്ത് ഒരു വ്യക്തി 3 പ്രാവശ്യം അവരുടെ ലൈഫിൽ ചൊല്ലിയാൽ അവർ രക്ഷപ്പെട്ടു. 3 വട്ടം അവരുടെ ലൈഫിലാണ് പറയുന്നത്. ഒരു ദിവസത്തിലല്ല, അല്ലെങ്കിൽ ഒരാഴ്ചയിലല്ല, ഒരു മാസത്തിലല്ല, ഒരു വർഷത്തിലല്ല. അത്രയും വലിയ ഫലങ്ങളാണ് ശരിക്കും ജസ്റ്റ് 3 വട്ടം ഈ സ്വലാത്ത് ചൊല്ലിയാൽ തന്നെ പടച്ച റബ്ബ് കൊടുക്കുന്നത്. എന്താ ഫലം എന്നറിയോ? നമുക്കെല്ലാവർക്കും അറിയാം, ദലായിലുൽ ഖൈറാത്തിലെ ഒരുപാട് സ്വലാത്തുകൾ, വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ഫലങ്ങളും ഗുണങ്ങളും ഒക്കെ ഉൾക്കൊള്ളുന്ന സ്വലാത്തിൻ്റെ ഒരു മജ്മൂ, സ്വലാത്തിൻ്റെ ഒരു സമാഹാരമാണ് ശരിക്കും ദലായിലുൽ ഖൈറാത്ത് എന്നുള്ളത്. ഈ ദലായിലുൽ ഖൈറാത്ത് ചൊല്ലിത്തീർത്ത പ്രതിഫലമാണ് പടച്ച റബ്ബ് ഈ ഒരു സ്വലാത്ത് 3 പ്രാവശ്യം ചൊല്ലുന്നവർക്ക് കൊടുക്കുന്നത്. വെറും ഈ ചെറിയ സ്വലാത്ത് 3 വട്ടം ചൊല്ലിയാൽ ഒരുപാട് സ്വലാത്തുകൾ ഉൾക്കൊള്ളുന്ന ദലായിലുൽ ഖൈറാത്ത് ആദ്യ അവസാനം വരെ ഇൻഷാ അല്ലാഹ് ചൊല്ലിത്തീർത്ത ഫലം പടച്ച റബ്ബ് കൊടുക്കും. വഫഖനല്ലാഹ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ ഒരു വിഷയം നമുക്ക് ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. ദലായിലുൽ ഖൈറാത്തിൻ്റെ രചയിതാവായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സുലൈമാൻ ജസൂലി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ തന്നെ ഈ ഒരു മഹത്വം പറഞ്ഞിട്ടുണ്ട് ഈ സ്വലാത്തിൻ്റെ. എന്താണെങ്കിലും ഇൻഷാ അല്ലാഹ് ഞങ്ങളെ എക്സൈറ്റ്മെൻ്റ് ആക്കുന്നില്ല, സ്വലാത്ത് വേഗം പറഞ്ഞുതരാം. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ വസയ്യിദിനാ ആദമ വസയ്യിദിനാ നൂഹിൻ വസയ്യിദിനാ ഇബ്രാഹീമ വസയ്യിദിനാ മൂസ വസയ്യിദിനാ ഈസ വമാ ബൈനഹും മിനൻ നബിയ്യീന വൽ മുർസലീന സ്വലവാത്തുല്ലാഹി തആല വസലാമുഹു അലൈഹിം അജ്മഈൻ. ഇതാണ് സ്വലാത്ത്. മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. ഈ നന്മ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ദുആകളിൽ ഉൾപ്പെടുത്തുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.